വണ്ടർഫുൾ വേസ്റ്റ്. വണ്ടർഫുൾ, അത്ഭുതകരമായ, അല്ലേ? വേസ്റ്റ് എന്താ? നമ്മളെല്ലാവരും പാഴാക്കി കളയുന്ന വസ്തു. അത് ഭക്ഷണമാവാം, അല്ലെങ്കിൽ വസ്ത്രങ്ങളാവാം, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്ത് സാധനവും നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നിയാൽ നമ്മൾ എന്താ ചെയ്യുക? അത് വേസ്റ്റ് ആക്കും, അല്ലേ? അത് ആവശ്യമില്ലാത്തൊരു വസ്തുവാക്കും. വേസ്റ്റ് ക്യാൻ ബി ക്വൈറ്റ് യൂസ്ഫുൾ. ഈ നമ്മൾ കളയുന്ന ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാതും യൂസ്ഫുള്ളായിട്ട് മാറും. ഫൈൻഡ് ഔട്ട് ഫോർ യുവർ സെൽഫ് ഫ്രം ദിസ് സ്റ്റോറി. ഈ സ്റ്റോറിയിൽ നിന്നും അത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാനായിട്ടാണ് പറയുന്നത്. നമുക്ക് നോക്കാം ഈ സ്റ്റോറിയിൽ എങ്ങനെയാണ് ഒരു വേസ്റ്റ് യൂസ്ഫുൾ ആക്കിയിട്ടുള്ളത് എന്ന്. വൺസ് ദ മഹാരാജ ഓഫ് ട്രാവൻകൂർ ഓർഡേർഡ് a grand dinner in his palace. പാലസ് എന്ന് പറഞ്ഞാൽ കൊട്ടാരം. ഒരിക്കൽ ട്രാവൻകൂറിലെ മഹാരാജാവ് തൻ്റെ കൊട്ടാരത്തിൽ വളരെ വലിയ ഒരു ഡിന്നറിന് ഓർഡർ ചെയ്തു, അതായത് ആജ്ഞാപിച്ചു. ഓർഡർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആജ്ഞാപിക്കുക. തൻ്റെ കൊട്ടാരത്തിൽ വലിയൊരു സദ്യ നടത്താനായിട്ട്, വലിയൊരു ഡിന്നർ നടത്താനായിട്ട് മഹാരാജാവ് തീരുമാനിച്ചു. എന്നിട്ട് അത് നടത്താനായി രാജാവ് ഓർഡർ ചെയ്തു. ഇൻ ദ ആഫ്റ്റർനൂൺ ബിഫോർ ദ ഡിന്നർ ദ മഹാരാജ entered the kitchen to survey the dishes that had been prepared for the feast. In the afternoon before the dinner. വൈകുന്നേരം ഡിന്നറിന് മുൻപായി the Maharaja entered the kitchen to survey the dishes that had been prepared for the feast. മഹാരാജാവ് വൈകുന്നേരമായപ്പോൾ അടുക്കളയിലേക്ക് കയറി. entered എന്ന് പറഞ്ഞാൽ കയറി. എന്ത് ചെയ്യാനായിട്ട്? എന്തെല്ലാം ഡിഷസാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എന്ന് കണക്ക് കൂട്ടാനായി, സർവേ ചെയ്യാനായിട്ട് രാജാവ് അടുക്കളയുടെ അകത്തേക്ക് പ്രവേശിച്ചു. വാട്ട് ആർ യു ഗോയിങ് ടു ഡു വിത്ത് ദോസ് വെജിറ്റബിൾ സ്ക്രാപ്സ്? ഹി ആസ്ക്ഡ് ദ കുക്ക്, പോയിന്റിംഗ് ടു ദ ബാസ്ക്കറ്റ് ഓഫ് സ്ക്രാപ്സ് നിയർ ദ കുക്ക്. സ്ക്രാപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സ്മോൾ പീസസ് ഓഫ് എ തിങ്, അതായത് ഒരു സാധനത്തിൻ്റെ ഒരു സ്മോൾ പീസാണ്. അതായത് അതിൻ്റെ വലിയ ഭാഗം യൂസ് ചെയ്തതിന് ശേഷം അവശേഷിക്കുന്ന ചെറിയ ചെറിയ പീസസിനെയാണ് നമ്മൾ സ്ക്രാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ രാജാവ് അങ്ങോട്ട് പോയപ്പോൾ കുറച്ച് വെജിറ്റബിൾ സ്ക്രാപ്സ്, അതായത് വലിയ വലിയ വെജിറ്റബിൾ കഷ്ണങ്ങളെല്ലാം ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വന്ന ചെറിയ ചെറിയ വെജിറ്റബിൾ പച്ചക്കറി കഷ്ണങ്ങളെ രാജാവ് കണ്ടു. വാട്ട് ആർ യു ഗോയിങ് ടു ഡു വിത്ത് ദോസ് വെജിറ്റബിൾ സ്ക്രാപ്സ്? അപ്പോൾ രാജാവ് ചോദിച്ചു, ഈ വെജിറ്റബിൾ സ്ക്രാപ്സ് വെച്ചിട്ട് നിങ്ങൾ എന്താണ് ചെയ്യാനായി പോകുന്നത്? ഹി ആസ്ക്ഡ് ദ കുക്ക്. രാജാവ് ആരുടെ അടുത്താണ് ചോദിച്ചത്? കുക്കിനോടാണ് ചോദിച്ചത്, പാചകക്കാരൻ്റെ അടുത്താണ് ചോദിച്ചത്. പോയിന്റിംഗ് ടു ദ ബാസ്ക്കറ്റ് ഓഫ് സ്ക്രാപ്സ് നിയർ ദ കുക്ക്. കുക്കിൻ്റെ അടുത്ത് ഒരു ബാസ്ക്കറ്റിൽ ഒരുപാട് വെജിറ്റബിൾ സ്ക്രാപ്സ് ഉണ്ടായിരുന്നു. സദ്യയാണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഒരുപാട് വെജിറ്റബിൾ സ്ക്രാപ്സ് ബാക്കിയായി വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒരു ബാസ്ക്കറ്റിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കിയിട്ടാണ് രാജാവ് കുക്കിനോട് ചോദിച്ചത്, ആ വെജിറ്റബിൾ സ്ക്രാപ്സ് വെച്ചിട്ട് നിങ്ങൾ എന്താണ് ചെയ്യാനായി പോകുന്നത്? ദ കുക്ക് റിപ്ലൈഡ്, ദേ ആർ വേസ്റ്റ്, വി വിൽ ത്രോ ദെം എവേ. അപ്പോൾ കുക്ക് എന്താ പറഞ്ഞത്? അതെല്ലാം വേസ്റ്റാണ് മഹാരാജാവേ, ഞങ്ങളത് പുറത്തേക്ക് കളയും. You cannot waste all these bits and pieces of vegetables. Find a way to use them. ഇത് കേട്ട രാജാവ് പറഞ്ഞു, You cannot waste all these bits and pieces of vegetables. രാജാവ് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ബിറ്റ്സ് ആൻഡ് പീസസ് ഓഫ് വെജിറ്റബിൾസിനെ എല്ലാം വേസ്റ്റായി കളയാനായി പറ്റില്ല. ഫൈൻഡ് എ വേ ടു യൂസ് ദെം. ഒരു
വഴി കണ്ടെത്തൂ, അത് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്ന് ഒരു വഴി കണ്ടെത്തൂ എന്ന് രാജാവ് പറഞ്ഞു. ദ മഹാരാജ കമൻഡഡ് സ്റ്റേൺലി ആൻഡ് വാക്ക്ഡ് എവേ. വളരെ സ്റ്റേണായി കമൻഡ് ചെയ്തുകൊണ്ട്, ഓർഡർ ചെയ്തുകൊണ്ട് രാജാവ് അവിടെ നിന്നും നടന്നുപോയി. The cook was in a fix and kept staring at the vegetable scraps for some time. The cook was in a fix. അതായത് ഇൻ എ ഫിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഡയലമ, അതായത് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നു കുക്ക്. കാരണം രാജാവ് കുക്കിനോട് എന്ത് പറഞ്ഞു? ആ വെജിറ്റബിൾ സ്ക്രാപ്സ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് രാജാവ് കുക്കിനോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കുക്ക് ആകെ പരിഭ്രാന്തനായി. അതായത് ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലായി കുക്ക്. അതാണ് ദ കുക്ക് വാസ് ഇൻ എ ഫിക്സ് ആൻഡ് കെപ്റ്റ് സ്റ്റാരിങ് അറ്റ് ദ വെജിറ്റബിൾ സ്ക്രാപ്സ് ഫോർ സം ടൈം. എന്നിട്ട് കുക്ക് എന്ത് ചെയ്തു? കുറച്ചു നേരം വെജിറ്റബിൾ സ്ക്രാപ്സിനെയും നോക്കിക്കൊണ്ട് നിന്നു, എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട്. സഡൻലി ആൻ ഐഡിയ ഫ്ലാഷ്ഡ് അക്രോസ് ഹിസ് മൈൻഡ്. പെട്ടെന്ന് ഒരു ഐഡിയ കുക്കിൻ്റെ മനസ്സിനുള്ളിൽ വന്നു. ഹി ടുക്ക് ഓൾ ദ വെജിറ്റബിൾ ബിറ്റ്സ്, വാഷ് ദെം ആൻഡ് ക്ലീൻ ദെം വെൽ. കുക്ക് എന്ത് ചെയ്തു? ഹി ടുക്ക് ഓൾ ദ വെജിറ്റബിൾ ബിറ്റ്സ്, വാഷ് ദെം ആൻഡ് ക്ലീൻ ദെം വെൽ. കുക്ക് എല്ലാ വെജിറ്റബിൾ ബിറ്റ്സിനെയും എടുത്തുകൊണ്ട് അതിനെ വാഷ് ചെയ്ത് അതിനെ നന്നായി ക്ലീൻ ചെയ്തു. ദെൻ ഹി കട്ട് ദെം ഇൻ ടു ലോങ് സ്ട്രൈപ്സ്. എന്നിട്ട് ആ വെജിറ്റബിൾസ് പീസസിനെല്ലാം നല്ല നീളത്തിൽ മുറിച്ചു. ഹി പുട്ട് ദെം ഇൻ എ ഹ്യൂജ് പോട്ട്. എന്നിട്ട് അതെല്ലാം കൂടി ഒരു വലിയ പോട്ടിനകത്തേക്ക് ഇട്ടു. ഹ്യൂജ് എന്നാൽ വലുത്, വലിയ. ആൻഡ് പ്ലേസ്ഡ് ഇറ്റ് ഓൺ ദ ഫയർ ടു കുക്ക്. എന്നിട്ട് തീന് മുകളിലായി കുക്ക് ചെയ്യാനായി, അതെല്ലാം വേവിക്കാനായി വെച്ചു. നെക്സ്റ്റ് ഹി ഗ്രൗണ്ട് സം ഫ്രഷ് കോക്കനട്ട്, ഗ്രീൻ ചില്ലീസ് ആൻഡ് ഗാർലിക് ടുഗെദർ. എന്നിട്ട് കുറച്ച് കൊക്കനട്ട്, തേങ്ങയും ഗ്രീൻ ചില്ലീസ്, പച്ചമുളകും ആൻഡ് ഗാർലിക്, അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് അരച്ചെടുത്തു. ഹി ആഡഡ് ദിസ് പേസ്റ്റ് ആൻഡ് സം സോൾട്ട് ടു ദ കുക്കിംഗ് വെജിറ്റബിൾസ്. എന്നിട്ട് ആ പേസ്റ്റും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ആ വെജിറ്റബിൾസിനകത്തേക്ക് ഇട്ടു, കുക്ക് ചെയ്യുന്ന വെജിറ്റബിൾസിൻ്റെ അകത്തേക്ക് ഇട്ടു. A tempting smell started coming from the pot. Tempting എന്നാൽ മൗത്ത് വാട്ടറിങ്, അതായത് വായിൽ വെള്ളമൂറുന്ന തരത്തിലുള്ള നല്ല ഒരു സ്മെല്ല് ആ പോട്ടിനകത്ത് നിന്നും വരാനായി തുടങ്ങി. Now he whipped some curd and added it to the curry. എന്നിട്ട് അദ്ദേഹം കുറച്ച് കേർഡ്, അതായത് തൈരെടുത്ത് വിപ്പ് ചെയ്തെടുത്തു, അതായത് അടിച്ചെടുത്തു. Now he whipped some curd and added it to the curry. എന്നിട്ട് ആ കറിയിലേക്ക് ആഡ് ചെയ്തു. He also poured a few spoonfuls of coconut oil and decorated the dish with curry leaves. എന്നിട്ട് അദ്ദേഹം കുറച്ച് കോക്കനട്ട് ഓയിൽ അതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുത്തു. പോർഡ് എന്നാൽ ഒഴിക്കുക. ആൻഡ് ഡെക്കറേറ്റ് ദ ഡിഷ് വിത്ത് കറി ലീവ്സ്. എന്നിട്ട് ആ ഡിഷിനെ കറി ലീവ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തു. കറി ലീവ്സ് എന്നാൽ കറിവേപ്പില. ലോ ആൻഡ് ബിഹോൾഡ് ദ ന്യൂ ഡിഷ് വാസ് റെഡി. ലോ ആൻഡ് ബിഹോൾഡ് എന്നാൽ ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു ഇവൻറ്റിനെ പറയാനായി ഉപയോഗിക്കുന്ന വാക്കാണ് ലോ ആൻഡ് ബിഹോൾഡ്. അങ്ങനെ ദ ന്യൂ ഡിഷ് വാസ് റെഡി. അങ്ങനെ പുതിയൊരു ഡിഷ് ഇവിടെ റെഡി ആയിരിക്കുന്നു. ദ കുക്ക് സെർവ്ഡ് ദിസ് ന്യൂ ഡിഷ് ടു ദ ഗെസ്റ്റ്സ് ദാറ്റ് ഈവനിങ്. കുക്ക് ഈ പുതിയ ഡിഷ് എല്ലാ അതിഥികൾക്കും സെർവ് ചെയ്തു, വിളമ്പിക്കൊടുത്തു. എവ്രി വൺ വാസ് ഈഗർ ടു നോ ദ നെയിം ഓഫ് ദ ന്യൂ ഡിഷ്. എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി, ഈഗർ എന്നാൽ ആകാംക്ഷയോടുകൂടി, എല്ലാവരും ആകാംക്ഷയോടുകൂടി ഈ ഡിഷിൻ്റെ, ഈ പുതിയ ഡിഷിൻ്റെ പേരെന്താണ് എന്നറിയാനായി ഇരുന്നു. ദ കുക്ക് തോട്ട് ആൻഡ് തോട്ട്. കുക്ക് ഒരുപാട് ആലോചിച്ചു. Then a name came to his mind. അങ്ങനെ ഒരു പുതിയ പേര് കുക്കിൻ്റെ മൈൻഡിൽ വന്നു. He named it Avial.
അങ്ങനെ ആ പുതിയ ഡിഷിന് കുക്ക് ഒരു പേരിട്ടു, അവിയൽ. Avial became famous all over Kerala and is now one of the dishes in a traditional Kerala feast. അവിയൽ കേരളത്തിലെല്ലാവിടെയും വളരെ ഫേമസ് ആയി, അതായത് വളരെ പ്രശസ്തമായി. ആൻഡ് നൗ വൺ ഓഫ് ദ ഡിഷസ് ഇൻ എ ട്രഡീഷണൽ കേരള ഫെസ്റ്റ്. അത് ട്രഡീഷണൽ കേരള ഫെസ്റ്റ്, അതായത് സദ്യയിൽ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഷായി മാറി. ആൻഡ് ഇമാജിൻ ഇറ്റ് ഓൾ കെയിം ഫ്രം എ ബാസ്ക്കറ്റ് ഓഫ് വേസ്റ്റ്. ആലോചിച്ച് നോക്കൂ, ഇതെല്ലാം വന്നത് ഒരു ബാസ്ക്കറ്റ് ഓഫ് വേസ്റ്റിൽ നിന്നാണ്, ഒരു കൂട്ടം വേസ്റ്റിൽ നിന്നാണ് ഇത്രയും നല്ലൊരു ഡിഷ് വന്നത്. ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ വേസ്റ്റായി കളയുന്ന ഒരു സാധനം വെച്ച് എന്തെങ്കിലും ഒരു അത്ഭുതകരമായൊരു സൃഷ്ടി ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ശ്രമിച്ചു നോക്കണം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ ആ ബെൽ ബട്ടണും കൂടി അമർത്തിയാൽ എൻ്റെ പുതിയ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും. താങ്ക്